തിരുവനന്തപുരത്തെ പുനർജനി എന്ന സംഘടനയിലൂടെയാണ് നവീനും ദേവിയും സ്കൂൾ അധ്യാപികയായ ആര്യയുമായി പരിചയത്തിലാകുന്നത്. ബ്ലാക്ക് മാജിക്കും അന്ധവിശ്വാസവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഇവരെ അടുപ്പിച്ചു. ആര്യയെ കഴിഞ്ഞ മാസം 27 മുതലാണ് കാണാതായത്. ആരോടും പറയാതെ വീട് വിട്ടിറങ്ങിയ യുവതിയുടെ യാത്രയിൽ തന്നെ ദുരൂഹതയുണ്ട്. 0 ഡിഗ്രിക്കും താഴെ തണുപ്പുള്ള അരുണാചൽ പ്രദേശിലെ ജിറോ എന്ന പ്രദേശത്ത് ഇവർ പോയത് മരിക്കാൻ തീരുമാനിച്ചു തന്നെയാണ്. സന്തോഷത്തോടെ ജീവിച്ചു, ഇനി പോകുന്നു എന്ന കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ കുടുംബത്തിലാണ് ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൾ ദേവികയും മരുമകൻ നവീനുമാണ് ഈ മരിച്ച 3 പേരിൽ 2 പേർ. മറ്റൊന്ന് ദേവികയുടെ സുഹൃത്ത് ആര്യ. ദേവികയും ആര്യയും തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപികമാരായിരുന്നു. അങ്ങനെയാണ് അവർ തമ്മിലുള്ള സൗഹൃദം ഉണ്ടാകുന്നത്. നവീനും ദേവികയും തമ്മിൽ 16 വർഷം മുമ്പാണ് പ്രണയവിവാഹം നടന്നത്. 2 പേരും തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. പിന്നീട് ആ പരിചയം സൗഹൃദവും പിന്നീട് പ്രണയത്തിലും ഒക്കെ മാറിയത്. അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് ഈ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി തന്നെ വിവാഹം നടക്കുന്നു. നിരവധി പ്രധാന വ്യക്തികൾ, പ്രമുഖർ പങ്കെടുത്ത വിവാഹമായിരുന്നു. അതിൽ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 16 വർഷമായെങ്കിലും ഇവർക്ക് കുട്ടികളില്ല. ഈ കല്യാണശേഷം ഇവർ 2 പേരും ഈ ജോലി തന്നെ ഉപേക്ഷിച്ചു. ആയുർവേദ ഡോക്ടർമാരെന്ന ജോലി ഉപേക്ഷിച്ച് മറ്റ് ജോലികളിലേക്ക് മാറുകയായിരുന്നു. അതിനുശേഷം ദേവിക നവീന്റെ കുടുംബത്തോടൊപ്പം കുറച്ചുനാൾ കോട്ടയം മീനടത്താണ് താമസിച്ചിരുന്നത്. അവിടെ വെച്ച് മതം മാറിയെന്നും പറയപ്പെടുന്നു. അതിലും വീട്ടുകാർക്ക് കാര്യമായ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മകളുടെ താല്പര്യമനുസരിച്ച് ജീവിക്കാൻ തന്നെയാണ് ഇദ്ദേഹം കുടുംബം തയ്യാറായത്, അനുവാദം നൽകിയത്. 26-നാണ് ദേവികയും നവീനും യാത്രയ്ക്ക് പോകുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയത്. ഗുവാഹട്ടിയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. അതേ 26 തന്നെ ആര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ ആര്യയുടെ പിതാവ് വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകി. മാൻ മിസ്സിംഗിനാണ് അന്ന് കേസെടുത്തത്. കേസിന്റെ അന്വേഷണം നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇവർ ഒരുമിച്ച് ഗുവാഹട്ടിയിലേക്ക് വിമാന ടിക്കറ്റ് എടുത്തു എന്ന വിവരവും പോലീസ് ലഭിക്കുന്നത്. അതിനെ തുടർന്ന് അന്വേഷണം നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഗുവാഹട്ടി പോലീസിൽ നിന്ന് അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ പോലീസിൽ നിന്ന് ഇത്തരത്തിൽ ഒരു വിവരം ലഭിക്കുന്നത്. ഒരു ഹോട്ടൽ മുറിയിൽ 3 മലയാളികൾ, ഈ 3 പേരുടെയും പേരുവിവരമനുസരിച്ച് തന്നെയാണ് കൃത്യമായ വിവരം ലഭിച്ചത്. ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന വിവരം ലഭിച്ചത്. അങ്ങനെയാണ് ആര് എന്ന കാര്യമൊക്കെ തിരിച്ചറിയുകയും ഇവർ തമ്മിലുള്ള ബന്ധവും മറ്റും പുറത്തു വന്നത്. അതിനിടയിലാണ് സൂര്യകൃഷ്ണമൂർത്തി ബ്ലാക്ക് മാജിക് ആണ് ഇവരുടെ മരണകാരണം, അതിൽ പെട്ടുപോയി എന്ന കാര്യം വെളിപ്പെടുത്തുന്നത്. ഈ 2 പേരും ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയി എന്നുള്ളതാണ്. ഈ മരിച്ച 3 പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത ഒരാഴ്ചയ്ക്ക് 1 മാസത്തിനുള്ളിൽ നടക്കേണ്ടതുമാണ്. അപ്പൊ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീഴണമെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ ഒരു സംഭവത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും കുടുംബാംഗങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ബാലൻമാധവന് കുടുംബത്തെ കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ കുറച്ചുകൂടി സ്ഥിരീകരണം വരേണ്ടത് പോലീസിന്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പോലീസ് സംഘം ഇവിടെ നിന്ന് ഇറ്റാനഗറിലേക്ക്, അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇവരുടെ കുടുംബാംഗങ്ങളിലും ചിലർ അവിടേക്ക് പോയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഭൗതിക ശരീരങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇതിനകം ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് മാത്രമേ മറ്റു കാര്യങ്ങൾ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അഭിചാര, ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ പോലുള്ള ബ്ലാക്ക് മാജിക് പോലെ ഏതെങ്കിലും കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ, ഇവരുടെ ഇവരുടെ ഫോണും മറ്റും പരിശോധിക്കുമ്പോഴൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന സൂചനകൾ പ്രാഥമിക വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ സ്ഥിരീകരിക്കേണ്ട പോലീസാണ്. ഏതായാലും അന്വേഷണം നടക്കുന്നു.